വാഴ ഫ്രാഞ്ചൈസ് വീണ്ടും വലുതാവുകയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ വാഴയ്ക്ക് ഒരു മൂന്നാം ഭാഗം കൂടെ വരുന്നു. ഔദ്യോഗികമായി അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു. വാഴ 1ഉം 2ഉം തിയേറ്ററുകളിൽ വമ്പൻ വിജയമായി മാറിയ ചിത്രങ്ങളാണ്. വാഴയുടെ ഒന്നാം ഭാഗം സ്റ്റോറി ഓഫ് ബില്യൺ ബോയ്സ് ആയിരുന്നു. രണ്ടാം ഭാഗം സ്റ്റോറി ഓഫ് ബില്യൺ ബ്രോസുമായിരുന്നു. മൂന്നാമത്തേത് സ്റ്റോറി ഓഫ് ബില്യൺ ഗേൾസ് ആണ്. റൈറ്ററായി വിപിൻ ദാസ് തന്നെയാണ് വരുന്നത്. സംവിധായകനിൽ മാറ്റമുണ്ട്. വിശ്വൻ ശ്രീജിത്താണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വാഴ 1ന്റെയും 2ന്റെയും തിയേറ്റർ വിജയം തന്നെ നമുക്ക് വാഴയ്ക്ക് ഒരു മൂന്നാം ഭാഗം ഉണ്ടാവുമെന്നുള്ള സൂചന ഉണ്ടായിരുന്നു. വിപിൻ ദാസ് മുൻപ് നടന്ന ഒരു ഇന്റർവ്യൂവിൽ അത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു ഫ്രാഞ്ചൈസ് ഒരുപാട് കാലം തന്നെ മുന്നോട്ട് പോയേക്കാം. പുതിയ സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ പുതിയ അഭിനേതാക്കളോടൊപ്പം വാഴ ഫ്രാഞ്ചൈസിലെ പുതിയ ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം. ഏതായാലും ഈ ഒരു ഫ്രാഞ്ചൈസിന് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിലുള്ള വലിയ സ്വീകാര്യത മുതലാക്കാൻ തന്നെയാണ് വാഴ 3യും വരുന്നത്. വളരെ വൈകാതെ തന്നെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ച് തിയേറ്ററിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ നമ്മൾക്കറിയാം, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഫ്രാഞ്ചൈസ് ചിത്രങ്ങളുടെ ഒരു കാലം തന്നെയാണ്. ഫ്രാഞ്ചൈസ് ചിത്രങ്ങൾ വലിയ റിപ്പോർട്ട് നേടിയാൽ മറ്റ് ചിത്രങ്ങളെക്കാളൊക്കെ കൂടുതൽ കളക്ഷൻ നേടുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രാഞ്ചൈസ് ചിത്രങ്ങൾക്കാണ് മറ്റ് പല ചിത്രങ്ങളെക്കാൾ കൂടുതൽ കാത്തിരിപ്പുള്ളത്. മലയാളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായി വന്ന 3 ഫ്രാഞ്ചൈസ് ചിത്രങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ആട് 3 ആയിരുന്നു. സമ്മിശ്ര പ്രതികരണമായിട്ടും തിയേറ്ററിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ചിത്രം സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. മറ്റൊരു ചിത്രം വാഴ 2 തിയേറ്റർ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഹൈപ്പിലെത്തിയ ഈ ചിത്രം. മറ്റൊരു ചിത്രം മോഹിനിയാട്ടമാണ്. ഭരതനാട്യം എന്ന തിയേറ്റർ ഫ്ലോപ്പിന്റെ രണ്ടാം ഭാഗം. ഇപ്പോൾ ചിത്രം തിയേറ്ററിൽ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി വരാനിരിക്കുന്നത് സാക്ഷാൽ ദൃശ്യത്തിന്റെ 3ാം പതിപ്പാണ്. ഏതായാലും മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് ഫ്രാഞ്ചൈസ് ചിത്രങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ലോക ഫ്രാഞ്ചൈസിലെ 3-4 ചിത്രങ്ങൾ ഇനി വരാനുണ്ട്. ഇന്ത്യൻ സിനിമയിലാണെങ്കിൽ തന്നെ ബാഹുബലിയുടെ 2ാം പതിപ്പ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് വമ്പൻ വിജയങ്ങൾ ഫ്രാഞ്ചൈസ് ചിത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ പുഷ്പ 2ഉം KGF 2ഉം അതുപോലെ ദുരന്തർ 2ഉം ഒക്കെ ഉദാഹരണങ്ങൾ. ഏതായാലും മലയാളത്തിൽ ഇനി അങ്ങോട്ട് ഫ്രാഞ്ചൈസ് ചിത്രങ്ങളുടെ ഒരു ട്രെൻഡ് തുടരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ബിഗ് ബി ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങൾക്ക് ഈ ഒരു സാധ്യതയുണ്ട്. ഏതായാലും മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഫ്രാഞ്ചൈസ് ചിത്രങ്ങളെല്ലാം പ്രതീക്ഷ നിലനിർത്തി വമ്പൻ ഹിറ്റായി മാറട്ടെ.